ഇനി ഇവരെ പേടിച്ചാണോ അതോ ഇനി കൈക്കൂലി കിട്ടാത്തതുകൊണ്ടാണോ എന്തുവാന്നറിഞ്ഞില്ല. വക്കീലിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരമില്ല. എല്ലാവിധ അനുമതിയും കാര്യങ്ങളും ഉണ്ടായിട്ടും എനിക്കിവിടെ വീട് വെക്കാൻ ഈ ചില രാഷ്ട്രീയ വ്യക്തികൾ സമ്മതിക്കുന്നില്ല. എൻ്റെ പേര് സുൽബി. ഞാൻ കൊല്ലം ജില്ലയിൽ മയനാട് വില്ലേജിൽ മേവറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ സ്വദേശം മേവറമാണ് സ്ഥലം. പക്ഷേ ഇപ്പോൾ 15 വർഷമായി അവിടെ വാടകയ്ക്ക് താമസിക്കുക. എനിക്ക് വേറെ വീടില്ല. എൻ്റെ വീട് എനിക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വീടിന് ഞാൻ പരിശ്രമം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ദേശത്തുള്ള കുറച്ച് രാഷ്ട്രീയ വ്യക്തികൾ എന്നെ തടഞ്ഞുകൊണ്ട് ഈ വീട് പണി തീരാതെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് അനുവദിച്ച വീടാണ്. 40,000 രൂപ ആദ്യ ഗഡുവായത് കിട്ടുകയും ചെയ്തു. പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് രാഷ്ട്രീയ വ്യക്തികൾ വന്ന് പണി നിർമ്മാണം തടസ്സപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനുള്ളിൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും ചിലവായി ഞാൻ ആകെ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് പേസ്മെൻ്റ് ഉണ്ട്. പില്ലർ വാർത്ത് പകുതി കൊണ്ടിട്ട് അതിൻ്റെ കമ്പി വരെല്ലാം തുരുമ്പിച്ച് ഒരുപാട് നാശനഷ്ടത്തിൽ കിടക്കുക. ഇപ്പോൾ എനിക്കിതിനകത്തോട്ട് കയറാൻ പോലും നിർവാഹമില്ലാതെ കിടക്കുക. പാവം എന്തിനാ തടസ്സമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. ആരോടെ ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല. പിന്നെ എന്തിനാ എൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിത് ഇവിടെ അടുത്തുള്ള ഒരു പാർട്ടിയുടെ തന്നെ 15 സെൻറ്റ് വസ്തുവായിരുന്നു മൊത്തം. ആദ്യം ഒരു പാർട്ടി 5 സെൻറ്റ്, ഒരു സർവേ നമ്പറുള്ള 15 സെൻറ്റ്, അതിൽ ഒരു വ്യക്തി 5, ഞാൻ 2, അതിൻ്റെ അപ്പുറത്ത് 5, അങ്ങനെ 3ആയിട്ട് തരംതിരിച്ച് അതിൽ ഒരു വ്യക്തി വീട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് വെച്ച വീടുകളിൽ ആളുകൾ താമസമുണ്ട്. പിന്നെ എനിക്ക് മാത്രം എന്തിങ്ങനെ തടഞ്ഞിട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കൈക്കൂലി കൊടുക്കാത്തതോ അങ്ങനെ ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല. കൈക്കൂലി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് RDOയുടെ അനുമതിയുണ്ട്, പഞ്ചായത്തിൻ്റെ പെർമിഷനും ഉണ്ട്. പിന്നെ അതനുസരിച്ചാണ് എനിക്ക് ആദ്യ ഗഡുവായ പൈസയും കിട്ടിയത്. പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യ ഗഡുവും കിട്ടി. 2019-20 ലൈഫ് ഗുണഭോക്താവാണ് ഞാൻ. എന്നിട്ടാണ് പണി ഇങ്ങനെ തടസ്സപ്പെടുത്തി ഇട്ടേക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. എന്നോട് എന്തോ മുൻ വൈരാഗ്യമുള്ള കണക്കാണ് ഇത് ചെയ്തിട്ടേക്കുന്നത്. ആദ്യ ഗഡു കൊണ്ട് ഞാൻ പിന്നെ കടം വാങ്ങി പലിശക്കെടുത്തു. അതിൻ്റെയൊക്കെ പലിശയൊക്കെ ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ പൈസ ആദ്യ ഗഡുവായ പൈസ സമയകാലത്ത് പൂർത്തിയാക്കാത്തത് കൊണ്ട് പലിശ സഹിതം 12% പലിശ അടക്കം തിരിച്ചടയ്ക്കണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന നോട്ടീസ്. എന്നെക്കൊണ്ട് യാതൊരു നിർവാഹവും ഇല്ല ഇത് തിരിച്ചടയ്ക്കാൻ. ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീട് പണി പൂർത്തിയാക്കണം. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്ന ഈ നഷ്ടം വരുത്തിയ ഏത് വ്യക്തികളാണോ അവരെനിക്ക് പരിഹാരം തരികയും വേണം. ഈ ബൗണ്ടറിയിൽ തന്നെ എൻ്റെ വസ്തുവിൽ ഉൾപ്പെട്ടതില്ല. ഒരു വീട് വെച്ച് താമസിക്കുന്നു, വീടിൻ്റെ പണി നടക്കുന്നു. പിന്നെ എനിക്ക് മാത്രം എന്താ വീട് വെച്ചുകൂടാത്തത്? ഇത് ആരെങ്കിലും ഒന്ന് ഇടപെട്ട് എനിക്കൊന്ന് നീതി വാങ്ങിച്ച് തരണം. എല്ലാം ഓക്കെ. എനിക്ക് RDO അനുമതി എന്ന പേപ്പറും എൻ്റെ കയ്യിലുണ്ട്. RDO അനുമതി എന്ന പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ തന്ന പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് പഞ്ചായത്തിൻ്റെ പെർമിഷൻ പേപ്പർ വീട് വയ്ക്കാനായിട്ട്. പിന്നെ RDO ഉത്തരവ് എന്ന പേപ്പർ ഇതാണ്, കൊല്ലം ജില്ലാ കളക്ടർ. കാര്യങ്ങളും ഉണ്ടായിട്ടും എനിക്കിവിടെ വീട് വെക്കാൻ ഈ ചില രാഷ്ട്രീയ വ്യക്തികൾ സമ്മതിക്കുന്നില്ല. പരാതിപ്പെട്ടപ്പോൾ പോലീസ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാൻ പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പോയി പല പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞത് നിൻ്റെ അടുത്ത് വയലി വീട് വെക്കാൻ വല്ലവരും പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ അന്നേരം ഇവിടുത്തെ ഈ ദേശത്തുള്ളവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണ് ഇവിടുത്തെ നേതാവ്. പുള്ളി പറഞ്ഞാൽ ഈ തടയാൻ വരുന്നവർ കേൾക്കും. എന്നിട്ട് പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം അവരെ വീട്ടിൽ കയറി ഇറങ്ങി. ആ വീട് കണ്ടു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചില്ല. എൻ്റെ അടുത്ത് എന്തോ വ്യക്തി വൈരാഗ്യമുള്ള കണക്ക്. ഞാനങ്ങനെ ഈ RDOയ്ക്ക് വീണ്ടും പരാതി കൊടുത്തപ്പോൾ അവർ കോടതിയായിട്ട് ഇടപെടാൻ തന്നു. അങ്ങനെ അവിടുന്ന് തന്നെ എനിക്കൊരു സർക്കാർ വക്കീലിനെ ഏർപ്പെടുത്തിയായിരുന്നു. അങ്ങനെ വക്കീലിനെ ഈ കേസ് ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് 3.5 വർഷം ആവാൻ പോകുന്നു. വക്കീൽ ഇനി ഇവരെ പേടിച്ചാണോ അതോ ഇനി കൈക്കൂലി കിട്ടാത്തതുകൊണ്ടാണോ എന്തുവാന്നറിഞ്ഞില്ല. വക്കീലിനെ കുറിച്ച് ഇപ്പോൾ ഒരു വിവരമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. നീതി കിട്ടിയിട്ടില്ല എനിക്കിതുവരെ. മുന്നോട്ടുള്ള നീക്കം എന്ന് പറഞ്ഞാൽ എനിക്കിതിന് നീതി വാങ്ങിച്ചെന്ന് എനിക്കിവിടെ വീട് വെക്കണം. ഇനി വാടക കൊടുത്ത് ജീവിക്കാൻ ആരോഗ്യസ്ഥിതി മോശമാണ്. 2 മക്കളുണ്ട്, അവർ പഠിക്കുന്നു. ഭർത്താവിനും സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് എനിക്ക് 2 മക്കളും ഭർത്താവും ഉണ്ട്. ഭർത്താവ് കൂലിവേലക്കാരനാണ്. 2 മക്കൾ പഠിക്കുന്നുണ്ട്. എനിക്കൊരു രാഷ്ട്രീയ സ്വാധീനമോ പണമോ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് നീതി ലഭിക്കാത്തത്. വേണ്ടി ഞാൻ കയറി ഇറങ്ങാത്ത വാതിലുകളൊന്നുമില്ല. കളക്ടറേറ്റ്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ എല്ലായിടവും കയറി ഇറങ്ങിക്കൊഴിഞ്ഞ്. എന്തായാലും ഞാൻ ഇത് കളഞ്ഞിട്ട് പോത്തില്ല. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇതിനു വേണ്ടി പോരാടി എനിക്ക് വീട് കിട്ടിയേ പറ്റൂ.